നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മാവനെ മദ്യം നൽകി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കേസിൽ യുവാവിനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. മഹേന്ദ്ര പ്രജാപതിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 28 വയസ്സായിരുന്നു. ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അനന്തരവൻ ആകാശ് പ്രജാപതിയും ബന്ധുവും സുഹൃത്തും ചേർന്നാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. അമ്മായിയുടെ സഹോദരിയുമായുള്ള പ്രണയം മഹേന്ദ്ര എതിർത്തിരുന്നു, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു കൊടും കൊലപാതകം നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് അയൽ ജില്ലയായ കൗശാംബിയിൽ ഒരു മരത്തിന് സമീപം മഹേന്ദ്ര പ്രജാപതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരം ആകാശിനൊപ്പം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതായിരുന്നു മഹേന്ദ്ര. എന്നാൽ അദ്ദേഹം മടങ്ങിയെത്തിയില്ല എന്നത് ബന്ധുക്കളിൽ ആശങ്ക ഉളവാക്കി. തുടർന്നിവർ പരാതി കൊടുക്കുന്നു. പ്രാഥമിക അന്വേഷണം വരുന്നു. അന്വേഷണത്തിൽ ഈ ഒരു ഇദ്ദേഹത്തെ കാണാനില്ല, അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് പോയതെന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുന്നു. മഹേന്ദ്രയെ ഫോണിൽ ബന്ധപ്പെട്ടു, പക്ഷേ ആദ്യം അദ്ദേഹം സംസാരിച്ചു, പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ ആകാശിൻ്റെ പക്കൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അമ്മായിയുടെ സഹോദരിയുമായി താൻ പ്രണയത്തിലായിരുന്നു. മഹേന്ദ്ര ഈ ബന്ധത്തിൻ്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തി. ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങളൊക്കെ ആകാശ് വെളിപ്പെടുത്തുകയുണ്ടായി. ഭയവും ദേഷ്യവും കാരണം ആകാശ് ബന്ധുവായ രോഹിത്തിനും സുഹൃത്തായ വിജയിക്കുമൊപ്പം മഹേന്ദ്രയെ വിളിച്ചു വരുത്തി മദ്യം കുടിപ്പിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂര കൊലപാതകമാണ് ചെയ്തത്. പ്രതിയുടെ പക്കൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങളും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൊബൈൽ ഫോണും കണ്ടെത്തി. ഇത് നിർണായക തെളിവായി മാറി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഈ ഇടയ്ക്കുണ്ടായ ഒരു വാർത്തയാണ്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ വിവാഹ ദിനത്തിന് മുമ്പ് വധുവിൻ്റെ ആഭരണങ്ങളുമായി അമ്മ വരനോടൊപ്പം ഒളിച്ചോടി. വിവാഹത്തിന് 9 ദിവസം മുൻപായിരുന്നു മകളുടെ പ്രതിശ്രുത വരനോടൊപ്പം യുവതി ഒളിച്ചോടിയത്. വിവാഹത്തിനായി വധുവിന് വാങ്ങിയിരുന്ന സ്വർണവുമായാണ് ഭാവി അമ്മായിയമ്മ മരുമകനോടൊപ്പം ഇത്തരത്തിൽ ഒളിച്ചോടിപ്പോയത്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മകളുമായി യുവാവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതും അമ്മ തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മകളുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ആഭരണങ്ങളും പണവും യുവതി കൈക്കലാക്കി. സംഭവത്തിന് പിന്നാലെ കുടുംബം മദ്രക് പോലീസിൽ പരാതി നൽകി. വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന വ്യാജേന വരൻ ഇടയ്ക്കിടെ വീട്ടിൽ സന്ദർശകനായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ വരൻ തന്റെ ഭാവി അമ്മായിയമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി കൊടുത്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. വീട്ടുകാർ അറിയാതെയാണ് ഇരുവരും തമ്മിലുള്ള അടുപ്പം മുന്നോട്ട് പോയത്. ഇതിനിടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുവതി സ്വർണവും പണവും കൈക്കലാക്കി മരുമകനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു. ഇവർക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ഏപ്രിൽ 16-നായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഷോപ്പിംഗ് എന്ന വ്യാജേന വരനും വധുവിൻ്റെ അമ്മയും പണവും ആഭരണങ്ങളുമായി നാടുവിട്ടു. സംഭവത്തിൽ കേസെടുത്ത മദ്രക് പോലീസ് ഇരുവരുടെയും ഫോൺ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്ത് അന്വേഷണം നടത്തുകയാണ്. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം നമ്മളെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയ ഒരു യുവതിയുടെ വാർത്ത. മർച്ചന്റ് നേവിക്കാരനായ ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയ യുവതി, ഇവർ ഗർഭിണിയാണെന്ന് പിന്നീട് വിവരങ്ങൾ അറിയുകയുണ്ടായി. സൂറത്തിൽ സൗരഫ് രജപുത്ത് എന്ന യുവാവിനെയാണ് മുസ്കാൻ റസ്തോഗി, കാമുകൻ സാഹിൽ ശുക്ലാച്ച് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയത്. 16 കഷ്ണങ്ങളാക്കി വെട്ടി ഡ്രമ്മിലിട്ട് സിമന്റ് നിറച്ച് മൃതദേഹം തള്ളുകയായിരുന്നു. പരിശോധനയിലാണ് ഈ മൃതദേഹമൊക്കെ കണ്ടെത്തിയത്. മാത്രമല്ല ഇവർ ജയിലിലാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവർ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ജയിലിലെത്തിയാണ് യുവതിയെ പരിശോധിച്ചത്. അധികൃതരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. DMO അശോക് കതാരിയ യുവതി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസമാണ് യുവാവിൻ്റെ കൊലപാതകം വെളിച്ചത്ത് വന്നത്. 2016-ലാണ് മുസ്കാനും സൗരഫും പ്രണയിച്ച് വിവാഹിതരായത്. 3 വർഷമായി മകൾക്കൊപ്പം ഇവർ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. സൗരഫ് ലണ്ടനിൽ ബേക്കറി ജോലി ചെയ്യുമ്പോഴാണ് മുസ്കാനും സാഹിലുമായി അവിഹിത ബന്ധം തുടങ്ങിയത്. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് മുറിയിൽ ഉറങ്ങിക്കിടന്ന സൗരഫിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നത് ഭാര്യയായ റസ്തോഗിയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം ശുക്ല ശുചിമുറിയിലെത്തിച്ച് 16 കഷ്ണമാക്കി. മുസ്കാനാണ് എല്ലാ സഹായവും നൽകിയത്. ശേഷം ശരീരാവശിഷ്ടങ്ങൾ ഡ്രമ്മിലാക്കി സിമന്റ് ഇട്ടു. കഞ്ചാവിന് അടിമയായിരുന്നു കാമുകൻ, യുവതിയെയും അടിമയാക്കി. ഇതോടെ അവിഹിത ബന്ധം ദൃഢമായി. അയൽക്കാരെയും കുടുംബക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ഷിംല മണാലിയിലേക്ക് 12 ദിവസത്തെ ടൂർ പോയി. വീഡിയോയും ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടു. അവധി ആഘോഷത്തിലാണെന്ന് കാണിക്കാനായിരുന്നു ഇത്. 18-നാണ് കൊലപാതകം വെളിച്ചത്ത് വന്നത്. കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി വീപ്പയിൽ ഉപേക്ഷിച്ച കേസിലെ പ്രതി അക്ഷരാർത്ഥത്തിൽ
ഒന്നടങ്കം കുടുംബത്തെ മുഴുവൻ നടക്കുകയാണ് ചെയ്തത്. ജയിലിലെത്തുന്ന എല്ലാ വനിതാ തടവുകാർക്കും ആരോഗ്യ പരിശോധനയും ഗർഭ പരിശോധനയും നടത്താറുണ്ട്. ഈ പരിശോധനയിലാണ് മുസ്കാൻ ഗർഭിണിയാണെന്ന് തെളിഞ്ഞതെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. മീററ്റിലെ ഇന്ദിരാനഗറിൽ മാർച്ച് 4-നാണ് മുസ്കാനും കാമുകൻ സാഹിലും ചേർന്ന് ഭർത്താവ് സൗരവ് രജപുത്തിനെ കൊലപ്പെടുത്തിയത്. 2023 മുതൽ കൊലപാതകത്തിന് ശ്രമം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രതികളായ മുസ്കാനും സാഹിലും നിലവിൽ മീററ്റിലെ ചൗധരി സരൺ സിംഗ് ജയിലിലാണ്. മകളുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരവ് രജപുത് നാട്ടിലെത്തിയത് അദ്ദേഹം മരണത്തിലേക്കാണ് എന്നറിയാതെയായിരുന്നു. സൗരഭിന്റെ കുടുംബം നൽകിയ പരാതിയിൽ 14 ദിവസത്തിന് ശേഷം വാടക വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സൗരവ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ ഇരുവരും മീററ്റിൽ വാടക വീടെടുത്ത് താമസം മാറുകയായിരുന്നു. അതിനിടെയാണ് തന്റെ സുഹൃത്തായ സാഹിലുമായി മുസ്കാന് ബന്ധമുണ്ടെന്ന് സൗരവ് അറിഞ്ഞത്. ഇതോടെ വിവാഹബന്ധം പിരിയാൻ തീരുമാനിച്ചെങ്കിലും മകളുടെ ഭാവിയോർത്ത് സൗരവ് പിന്മാറി. പിന്നീട് മർച്ചന്റ് നേവിയിലെ ജോലി കിട്ടിയതോടെ 2023-ലാണ് സൗരവ് ലണ്ടനിലേക്ക് പോയത്. ഇതിന് പിന്നാലെയാണ് മുസ്കാനും സാഹിലും കൂടുതൽ അടുത്തതെന്നും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും നടുക്കുന്ന കൊലപാതകമാണ് സംഭവിച്ചത്. ഇന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിഹിതം, അതുമാത്രമല്ല അവിഹിതത്തെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നടുക്കുന്ന വിവരങ്ങളാണ്. ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഈ വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും നടുക്കുകയാണ്. എന്തായാലും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ സംഭവിച്ചത് അമ്മാവനെ മദ്യം നൽകി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഒരു അവിഹിതം വിലക്കിയതിൻ്റെ പേരിലാണ്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും അവരുമായി നിൽക്കുന്നവരെ, ഉറ്റവരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും, അവരെ വേദനിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും വേദനാജനകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.